ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ വർഷയുടെ അടുത്ത് പറയുന്നുണ്ട്, അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങി പോകാനൊന്നും ആർക്കും പറ്റത്തില്ല. ഞാനെന്ന് ഒരുത്തി ഇവിടെ തന്നെ ഉണ്ട്. എന്നോട് കുറച്ചെങ്കിലും നിനക്ക് സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലായിരുന്നു. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് എന്നോട് പറയണമായിരുന്നു, ഞാൻ പരിഹാരം കാണുമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ വർഷ ചോദിക്കും, അതിന് ആൻറ്റി എന്താ കോടതിയിലെ ജഡ്ജിയോ എന്നങ്ങ് ചോദിച്ചത് നമ്മുടെ സച്ചി വരെ ചിരിയാണ് കേട്ടോ. എന്നിട്ട് പറയും, അത് സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് കൊരയങ്ങ് കുറയ്ക്കും. അപ്പോൾ രേവതി പറയും, സച്ചി ഏട്ടാ ഒന്ന് മിണ്ടാണ്ടിരിക്കുമെന്ന്. എൻ്റെ വർഷയെ നീ വക്കീലാവേണ്ടതായിരുന്നല്ലോ, എമ്മാതിരി പോയിന്റാ നീ പറയുന്നേ എന്നങ്ങ് ചോദിക്കുമ്പോൾ നമ്മുടെ വർഷ പറയും, എൻ്റെ സച്ചി ഏട്ടാ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ ഇവനോട് ജോലിക്ക് പോകണ്ട എന്ന് എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ കേട്ടില്ല, അവൻ ജോലിക്ക് പോയി. അതുകൊണ്ട് എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്കും പോയി. അപ്പൊ ശ്രീകാന്ത് എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കൺവിൻസ് ചെയ്തപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ഇങ്ങോട്ട് പോന്നു. പ്രശ്നം തീർന്നില്ലേ എന്ന് ചോദിക്കും. പിന്നല്ലാണ്ട് എന്ന് പറയട്ടോ നമ്മുടെ സച്ചി. അതങ്ങ് കേൾക്കുമ്പോഴേക്കും ശ്രുതി പറയും, നീയും ശ്രീകാന്തും തമ്മിലുള്ള വഴക്ക് നിങ്ങളുടെ റൂമിൽ വെച്ച് തീർത്താ പോരെ, എന്തിനാ പെട്ടിയെടുത്ത് വീട്ടിലേക്ക് പോയേ? നോക്ക്, ഞാനും ശ്രുതിയും തമ്മിൽ എന്തെങ്കിലും വഴക്കിട്ടാ അത് റൂമ് തീരും, അല്ലാതെ ഞാൻ എൻ്റെ അമ്മ വീട്ടിലേക്കൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സച്ചി പറയും, അതെ പാർലർ എടുത്തി ചേച്ചിയുടെ അമ്മ വീട് എന്ന് പറയുന്നത് മലേഷ്യയിലല്ലേ, മലേഷ്യയിൽ അച്ഛനല്ലേ ഉള്ളൂ, അച്ഛനാണെങ്കിൽ തന്നെ ജയിലിലല്ലേ, അപ്പൊ പെട്ടിയും ബാഗും എടുത്തിട്ട് ജയിലിലേക്കാവും പോവേണ്ടി വരിക എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയും, ഇതേ നോക്ക് അങ്കിൾ, അവനോടെ എൻ്റെ അച്ഛനെ കുറിച്ചൊന്നും പറയല്ലേ എന്ന് പറ എന്ന് പറയുമ്പോൾ നമ്മുടെ രവി പറയും, സച്ചി എന്ന്. ഇല്ലച്ചാ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയട്ടോ നമ്മുടെ സച്ചി. ഇതൊക്കെ പറഞ്ഞു തീരുമ്പോൾ നമ്മുടെ രവി വർഷയെ വിളിച്ചിട്ട് പറയും അടുത്തിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മോളിങ്ങനെ പിടങ്ങി വീട്ടിൽ പോയാൽ ഞങ്ങൾക്കല്ലേ നാണക്കേട്, നിങ്ങളുടെ അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും ഞങ്ങളെ പറ്റി, അവരോട് ഞങ്ങൾ വാക്ക് കൊടുത്തല്ലേ നിന്നെ നല്ലപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ വർഷ പറയും, അയ്യോ അങ്കിൾ, ഇവിടെ എന്തിനാ പ്രശ്നം നടന്നതെന്ന് പോലും ഞാൻ എൻ്റെ വീട്ടിൽ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല, ഞാനും ശ്രീകാന്തും തമ്മിൽ വഴക്കുണ്ടായത് പോലും അവരറിയില്ല, ഞാൻ ചുമ്മാ വന്നാന്നാ പറഞ്ഞതെന്ന് പറയുമ്പോൾ നല്ല കാര്യം എന്ന് പറയാൻ കേട്ടോ നമ്മുടെ രവി. ഇത് എൻ്റെ കുടുംബാ എന്ന് വർഷ പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കും, ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നിനക്ക് ആ ബോധമില്ലായിരുന്നു എന്ന്. അപ്പോഴേക്കും രവി പറയും, അവളിങ്ങ് വന്നില്ലേ, ഇനിയിപ്പോൾ അതൊക്കെ എന്തിനാ പറയുന്നതെന്ന്. അപ്പോൾ വരാൻ കാരണം ശ്രീകാന്ത് വന്ന് കരഞ്ഞതുകൊണ്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും അയ്യേന്ന്. എന്നിട്ട് ആണോടാ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയും, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, സോറി മാത്രം പറഞ്ഞിട്ടുള്ളൂ, അത് മാത്രല്ല എനിക്ക് മറ്റൊരു സാധനം വാങ്ങിച്ചു തന്നു എന്ന് വർഷ പറയുമ്പോൾ എന്താ അതെന്ന് ചോദിക്കുകയാണെ. അപ്പൊ കൈ കിടക്കുന്ന ആ മോതിരം കാണിച്ചു കൊടുക്കുന്നുണ്ട് രവിക്കും ചന്ദ്രയ്ക്കും. ഇതേ വെറും മോതിരല്ല, ഡയമണ്ടാ എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര ആകെ വായിൽ കൈ വെച്ച് പോവാണ് കേട്ടോ.